സംസ്ഥാന ബി.ജെ.പിയിൽ ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഊഴം യുഗം. രാജീവ് ചന്ദ്രശേഖരനെ കൂടാതെ മൂന്നാം ടേമിലേക്ക് കെ സുരേന്ദ്രന് നീട്ടിക്കൊടുക്കുമോ, അതല്ല എം.ടി. രമേശ് വരുമോ, ശോഭാ സുരേന്ദ്രന് അവസരം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രനും രമേശിനുമൊക്കെ ഇനിയും കാത്തിരിക്കണം. സുരേന്ദ്രന് മൂന്നാം ഊഴവുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ നയിക്കട്ടെ എന്ന് കേന്ദ്രം തീരുമാനിക്കുകയാണ്. അത് അങ്ങ് അനുസരിച്ച് സംസ്ഥാന നേതൃത്വത്തിനും പറ്റൂ. മുറുമുറുപ്പുകളുണ്ടാവാം, പക്ഷേ അത് മറന്നേക്ക് പുറത്തു വരാൻ സാധ്യതയില്ല. രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന ബി.ജെ.പിക്ക് കാര്യമായ ഗുണമുണ്ടാക്കാൻ കഴിയുമോ എന്ന് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. നിഷാദ്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. അയാൾ ഹൈലി പ്രൊഫഷണലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അയാൾക്കൊരു പ്രൊഫഷണൽ ടീമുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഫേസിന് സംസ്ഥാന ബി.ജെ.പിക്ക് കൊടുക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അത് എത്ര കണ്ട് ഗുണം ചെയ്യും? സൈഫ്, എനിക്ക് തോന്നുന്നൊരു കാര്യം, സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ ലീഡർഷിപ്പിൽ സംസ്ഥാന അധ്യക്ഷനായി ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ബി.ജെ.പിയുടെ ഭാവി ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. മറിച്ച് ആ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടി എന്തുമാത്രം ആളുകൾക്ക് ഹോപ്പ് കൊടുക്കുന്നു, ആളുകൾക്ക് എന്തുമാത്രം സൃഷ്ടിപരമായ അനുഭവങ്ങൾ കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ ഒരു റീച്ചും അതിൻ്റെ സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തി തലപ്പത്തിരിക്കുന്നു എന്നത് കേരളത്തിന് പറ്റാത്ത രാഷ്ട്രീയം നിരന്തരമായ ഒരു പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് തലപ്പത്തിരിക്കുന്ന വ്യക്തി പ്രൊഫഷണലാണെന്നുകൊണ്ട് നേട്ടം ഉണ്ടാകുമോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ബി.ജെ.പി തീവ്ര വർഗീയത പറയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്ക് ബി.ജെ.പിക്ക് കേരളത്തിൽ വലിയ സ്കോപ്പൊന്നുമില്ല. ഈ ഉത്തരേന്ത്യയിലൊക്കെ ബി.ജെ.പി പറഞ്ഞ പോലത്തെ പുളിച്ചു തകട്ടുന്ന വർഗീയത പറയാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ തലപ്പത്ത് രാജീവ് ചന്ദ്രശേഖരായിരിക്കുന്നെങ്കിൽ കൂടി പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതാണ് ആ പാർട്ടി ഇക്കാലത്തിൽ അനുഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ആ പാർട്ടിയും അതിൻ്റെ സമീപനവും അതിൻ്റെ മുദ്രാവാക്യങ്ങളും അതിൻ്റെ പ്രവർത്തന പരിപാടികളും എങ്ങനെയായിരിക്കും മാറുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എനിക്ക് പക്ഷേ കേരളത്തിൽ എന്തുമാത്രം അതിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയാൻ കഴിയാൻ തോന്നുന്നു. വ്യക്തിക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് കണ്ടറിയണം. പക്ഷേ വ്യക്തിക്ക് ആ പാർട്ടിയെ മാറ്റാൻ കഴിയുമെന്ന് നോക്കണം. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്, സാധ്യതകളുണ്ട്. നേരത്തെ ഇപ്പം സൈഫു പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ വളരെ അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് മേഖലയിൽ വളരെ പ്രൊഫഷണലായ ആളാണ്. രാഷ്ട്രീയത്തിൽ പോലും ആ പ്രൊഫഷണൽസിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് കാണുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു സംഘം ആൾക്കാരുമായിട്ട് വരുന്നു, അവർ ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്നു, അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രസംഗിക്കുന്നു. ഇന്നുപോലും അദ്ദേഹം പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൊഫഷണലിസം അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. ബി.ജെ.പി ഇപ്പോൾ സമീപകാലത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും എന്ത് പറയണം, എവിടെയൊക്കെ ആളുകളെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ സ്റ്റഡി റിപ്പോർട്ട്സ് ആൻഡ് ധാരണയുണ്ടല്ലോ. അതിനടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇപ്പോൾ സാധാരണ സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കളെക്കുറിച്ച് പൊതുവെയുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ആർക്കും രാഷ്ട്രീയ മോഹങ്ങളല്ല, ഭരണമോഹങ്ങളല്ല, അതിനപ്പുറത്തേക്ക് സാമ്പത്തിക മോഹങ്ങളാണുള്ളത്. എങ്ങനെ ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് പണം ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. അല്ലാതെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക, പാർട്ടിയെ വളർത്തുക എന്ന മോഹം അവർക്കില്ല എന്ന ആക്ഷേപം ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇതിനെ KJP, കേരള ജനതാ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഇത് മാത്രമല്ല, സമീപകാലത്ത് ബി.ജെ.പിയിലെ ആളുകളുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക കുറ്റകൃത്യ ആരോപണങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ രാജീവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികൾ അദ്ദേഹത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നവർ പറയുന്നത്, രാജീവിന് ഓൾറെഡി ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന പ്രസിഡന്റ് പദവി ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ആവശ്യമായിരിക്കില്ല അദ്ദേഹത്തിന് ഉണ്ടാവുക, അദ്ദേഹത്തിന് ഈ പവർ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ഓൾറെഡി പണം കയ്യിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പവറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കേവലമായ സാമ്പത്തിക സ്വാർത്ഥമോഹങ്ങളില്ലാത്ത രാജീവ് പ്രൊഫഷണലായി വർക്ക് ചെയ്ത് പാർട്ടിയെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ രാജീവിന് മുമ്പിൽ വെല്ലുവിളികളുണ്ട്. രാജീവ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായും മലയാളം അത്ര എളുപ്പത്തിൽ വഴങ്ങുന്നത് പോലുമില്ല. കേരളത്തിലെ മുഴുവൻ പാർട്ടി നേതാക്കളെ അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും അദ്ദേഹത്തിന് അറിയില്ല. ഓരോ സ്ഥലത്തിൻ്റെയും സവിശേഷതകൾ അറിയില്ല. ഓരോ സ്ഥലത്തിൻ്റെയും പ്രശ്നങ്ങളെ അറിയില്ല. കേരളത്തിലെ ജാതി മത സമുദായ സമവാക്യങ്ങളെക്കുറിച്ച് അതിന് ആഴത്തിൽ അറിയാമെന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരാളാണ് ബി.ജെ.പിയുടെ തലപ്പത്ത് വരുന്നത്. എന്ന് മാത്രമല്ല, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പാർട്ടിക്കാർക്ക് അവൈലബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം. കേരളത്തിലെ സകല വിഷയങ്ങളിലും പാർട്ടി പ്രസിഡന്റ് ടേക്ക് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും, ബി.ജെ.പിയുടെ പൊസിഷൻ അറിയാൻ ആൾക്ക് താല്പര്യമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്തും പുറത്തും എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും അവൈലബിൾ ആയ ഒരു പ്രസിഡന്റ് ആയിരിക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ? കാരണം അദ്ദേഹം ഗ്രൗണ്ടിൽ പണിയെടുത്ത് വന്ന രാഷ്ട്രീയക്കാരനല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് പാർട്ടിയുടെ വഴക്കങ്ങൾ അറിയാത്ത ആളാണ്. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇഴകീറലുകൾ അറിയാവുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം പൊളിറ്റീഷ്യനായി അദ്ദേഹം ഇവിടെ ഉണ്ടാകുമോ? എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലായിടത്തും ഒരു നിത്യസന്ദർശകനായി ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആളുകൾക്ക് സാന്നിധ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അത് കൊടുക്കാൻ കഴിയുമോ? അതോ അദ്ദേഹം ഇപ്പോൾ സാധാരണ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് CEO പോലെ പെരുമാറാനായിരിക്കും ആഗ്രഹിക്കുക? മണ്ഡലം പ്രസിഡന്റുമാർ അവരുടെ പണിയെടുക്കട്ടെ, ബൂത്ത് പ്രസിഡന്റുമാർ അവരുടെ പണിയെടുക്കട്ടെ, ഞാനിവിടെ ഇരുന്ന് നിരീക്ഷിക്കാം എന്ന നിലയെടുക്കുകയാണെങ്കിൽ അത് എന്തുമാത്രം ഗുണപരമായിരിക്കും എന്ന് കാണേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് വലിയ കെ സുരേന്ദ്രനെ കൊടി കൈമാറുന്നുണ്ട്. അദ്ദേഹത്തിന് കിരീടവും ദണ്ടും ഒക്കെ കൈമാറുമ്പോൾ തന്നെ
കേരളത്തിലെ പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ മറ്റേത് കക്ഷികളെക്കാൾ ഏറ്റവും വലിയ ഗ്രൂപ്പ് യുദ്ധം നടക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ BJP. അതുകൊണ്ടാണ് അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടി അവരുടെ മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട ഒരാൾ കൊണ്ടുവരുന്ന ഒരാൾ ഇവിടെ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ഇതിൻ്റെ പാർട്ടിയുടെ പ്രതലം ശരിയാണോ? എല്ലാവരും സഹകരണ മനോഭാവത്തോടെ നിൽക്കുമോ? രാജീവ് ചന്ദ്രശേഖരൻ നേടട്ടെ, രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുപോകട്ടെ എല്ലാം എന്ന് വിചാരിക്കുന്നുണ്ടാവുമോ? രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ സ്വപ്നം കണ്ടതിനെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ നിൽക്കണമെന്ന് ഇവർ കരുതുമോ? മുമ്പ് അവർ കരുതിയിട്ടില്ല, ഇനി അവർ കരുതാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഹാർഡിലായിരിക്കും, ഒരു വെല്ലുവിളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് പൊതുവിൽ കാണേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന പൊളിറ്റിക്സ് എന്താണ്, പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ്? ഇന്നിപ്പോൾ സാധാരണ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ജിഹാദി പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് കമ്മി ജിഹാദികൾ, വർഗീയവാദികൾ, മുസ്ലിം എക്സ്ട്രീമിസം, ഹിന്ദു യുണൈറ്റഡ് എന്ന് പറയുന്ന സംഗതിയൊക്കെയാണ് പ്രയോഗിക്കാൻ പോകുന്നതെങ്കിൽ കേരളത്തിൽ ഇനി ഇതിന് വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം കേരളം അതിന് പരുവപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും കാണേണ്ട കാര്യം. ഇന്ന് എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കിയിട്ട് തന്നു. കേരളത്തിന് വികസനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന ജിഹാദി ആൻഡ് കമ്മി പോലെയുള്ള സാധനങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. കേരളം വികസനത്തിൽ ഒരുപാട് പിന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം നമുക്ക് വരാൻ വേണ്ടി, നമുക്ക് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി വലിയ ആക്ഷൻ പ്ലാൻ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ പറയുന്നതിന് തന്നെ കുഴപ്പമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വലിയ സീ റോഷൻ നടക്കുകയാണ്. അപ്പോൾ കടലാക്രമണത്തിന് കേരളത്തിന് പ്രതിരോധ പരിപാടികളില്ല, മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അതിൽ പക്കയാണെന്ന് പറയുന്നു. അതിന് ഡാറ്റ നോക്കിയാൽ തന്നെ അത് വസ്തുതാപരമായി ശരിയല്ല എന്ന് കാണാൻ പറ്റും. കടലാക്രമണം നമ്മളെക്കാൾ കൂടുതൽ നേരിടുന്ന സംസ്ഥാനങ്ങൾ, നമ്മളെക്കാൾ മോശം പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ള സംസ്ഥാനങ്ങൾ വേറെയുമുണ്ട്. തൊട്ടടുത്തുള്ള 500 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള കർണാടകയിൽ നോക്കൂ, എന്തുമാത്രം ഫാക്ടറികളും തൊഴിലാളികളുണ്ട്. ഇവിടെ അതില്ല എന്നാണ്. ഇവിടെ അങ്ങനെ 250 രൂപ ശമ്പളത്തിൽ, ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ അടിമകളെപ്പോലെ പണിയെടുക്കാൻ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല എന്ന വസ്തുതയാണ്. ഇവിടെ മികച്ച തൊഴിലന്തരീക്ഷമുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, മറ്റ് പല സംസ്ഥാനങ്ങളിലെ പോലുള്ള വൻകിട ഫാക്ടറികൾ, അടിമ തൊഴിലാളികളുള്ള വൻകിട ഫാക്ടറികൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയുള്ള സംസ്ഥാനമല്ല കേരളം. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, കേരളത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, കേരളത്തിൻ്റെ റിസോഴ്സസ് എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ വികസന ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്? ഇനിയിപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും സംസ്ഥാനത്തെ ഒരു BJP നേതാവ് നിലയ്ക്കും കേരളത്തിൽ വികസനം വന്നിട്ടില്ല, അതിന് ഇന്ന പദ്ധതികൾ വേണം. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും ആലോചിക്കുമല്ലോ, കേരളത്തെക്കാളും ബെറ്ററായി നിങ്ങൾ ഭരിച്ചു നന്നാക്കിയ സംസ്ഥാനം ഏതാണെന്ന്. അതുകൂടി പറയണ്ടേ? നമ്മളെക്കാൾ കേരളത്തെക്കാൾ ബെറ്ററായിട്ട് മുന്നോട്ട് പോകുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന്. അപ്പോൾ ആളുകൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ഭരിച്ച് നന്നാക്കിയ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് സ്വാഭാവികമായി ആലോചിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് നോക്കണം. ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കേരളത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. വെറും വിഷമല്ല, കൊടും വിഷമാണ് ഇയാൾ. അത് കേരളം മറന്നുപോയിട്ടില്ല. 2.5 വർഷം മുമ്പ് ഈ കേരളത്തിൽ കളമശ്ശേരിയിൽ ഒരു മനുഷ്യൻ, അയാളുടെ പേരെന്താണ് ഞാൻ മറന്നു, ബോംബ് വെച്ചാൽ മാർട്ടിൻ ബോംബ് വെച്ച് ആ 7-8 ആളുകളെ കൊന്ന കേസിൽ കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ കഴിഞ്ഞാടാൻ സകല സഹായവും ചെയ്തു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. ഇവിടെ ഹമാസിൻ്റെ സ്വഭാവമുള്ള സംഘടനകൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. അപ്പം മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന നിരുത്തരവാദപരമായ കൊടും വർഗീയത വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കപ്പെട്ട ആളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ. നമ്മൾ മറന്നു പോകാൻ പാടില്ല. 1-ാം ക്ലാസ് വർഗീയത പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് അയാൾ കേരളത്തിൽ ആദ്യമായി മാർക്ക് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഏതെങ്കിലും മുസ്ലിം വർഗീയവാദികളല്ല ബോംബ് പൊട്ടിച്ചത് എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം അത് തിരുത്തുമോ എന്ന ചോദ്യത്തോട് നിരുത്തരവാദപരമായി മൗനം പാലിച്ച ആളാണെന്ന് വെച്ചാൽ താൻ പറഞ്ഞ് തെറ്റിപ്പോയി, തനിക്കെതിരെ കേസ് പോലും എടുത്തു എന്നതിന് തിരുത്തു പോലും പറഞ്ഞിട്ടില്ല. ആവർത്തിച്ചുള്ള ചോദ്യത്തിന് തിരുത്തു പറയാതെ ഇപ്പോഴും എന്ന് വെച്ചാൽ റെസ്പോൺസിബിളായി വ്യാജം, വർഗീയമായി ജനങ്ങളെ വിഭജിക്കാൻ വ്യാജം പറയാൻ മടിയില്ലാത്ത 1-ാം ക്ലാസ് വർഗീയവാദിയാണ് താൻ എന്ന് 2.5 വർഷം മുൻപ് കേരളത്തിൻ്റെ മനസ്സിൽ കോറിയിട്ടിട്ട് പോയ ആളാണ് ഇപ്പോൾ വികസനത്തിൻ്റെ പേരും പറഞ്ഞു വരുന്നത്, പ്രൊഫഷണലാണ് എന്ന് പറഞ്ഞു വരുന്നത്. അദ്ദേഹം വലിയ പ്രൂവ് ചെയ്ത നേതാവാണ്, അദ്ദേഹം വലിയ CMD ആണ്, CEO ആണ്, അദ്ദേഹം കേരളത്തെ ഉയർത്തുമെന്ന് പറയുന്നത് അടിസ്ഥാനാശയം വർഗീയതയാണെന്ന കാര്യം കേരളം മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളിപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകാൻ ചോദിക്കുമ്പോൾ ശശികല പറഞ്ഞ അതേ വർഗീയതയുടെ സംഗതിയാണ് അയാളുടെ ഇപ്പോഴത്തെയും എന്താണ് പ്രധാനപ്പെട്ട അയാളുടെ ഒരു കഴിവ്, എന്താ പറയുക, അയാളുടെ മികവ് തെളിയിച്ച മേഖല എന്ന് പ്രത്യേകം കാണേണ്ടതുമാണ്. അപ്പോൾ അതും മറന്നുകൂടാ. ഇദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ ഞാൻ പ്രത്യേകം പറയും. അജിംസ്, എന്തായിരിക്കും നദ്ദയും മോദിയും അമിത്ഷായും ഒക്കെ കണ്ടിട്ടുണ്ടാവുക? ഈ വിഭാഗീയത അടക്കി നിർത്താനാകും, അതല്ല കേരളത്തിൻ്റെ ഒരു മാറിയ പരിസരവും മാറിയ വോട്ട് ബാങ്കോ അതിനെ സ്യൂട്ട് ഇയാളാണ് എന്ന് ധരിച്ചിട്ടുണ്ടാവും? എന്തായിരിക്കും ലക്ഷ്യം? കേരളത്തിലെ BJPയെ കുറിച്ച് മോദിയും നഡ്ഡയും അമിത്ഷായും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം RSS എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കേരളത്തിലെ BJP രൂപീകരിച്ചതിന് ശേഷം 80-കൾ തൊട്ട് 80-കൾ 90-കൾ പിന്നീടുള്ള കാലഘട്ടത്തൊക്കെ BJP അങ്ങനെ ഒരു കുതിപ്പ്, ഒരു ലീപ്പ് ഉണ്ടാവാത്തൊരു സംസ്ഥാനമാണ് കേരളം. അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്, അതൊരു 5% 5% വോട്ട് കിട്ടുന്ന
മണ്ഡലങ്ങൾ. അതിലപ്പുറം എക്സെപ്ഷണലായിട്ട് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം പാലക്കാടുമാണ് അവർക്ക് കുറച്ചുകൂടി വോട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ. അത് മുമ്പേ ഉണ്ട്. അത് ഇപ്പോൾ ഈ മോദി വന്നതിന് ശേഷമുള്ളതല്ല, അതിന് മുമ്പേ തിരുവനന്തപുരത്തും പാലക്കാട്ടും കുറച്ച് അധിക വോട്ടുകളുണ്ട്. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ അത് വളരുന്നത്, ഈ തിരുവനന്തപുരത്തും പാലക്കാടും ഒരു ത്രികോണ മത്സരത്തിലേക്ക് വളരുന്നത് എപ്പോഴാണ്? 2005 ശേഷം, അതായത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് തൊട്ട് മുമ്പും ശേഷമൊക്കെ ആയിട്ട് കരുണാകരൻ കോൺഗ്രസ് വിട്ട് പുറത്തു പോകുന്നു. അദ്ദേഹത്തോടൊപ്പം പുറത്തു പോയ കുറേയധികം ആളുകൾ, കുറേയധികം കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചു പോയില്ല. അവരിൽ പലരും BJP-യിൽ ചേരുന്നു. അങ്ങനെ ഒരു BJP കുറച്ചുകൂടി ഹൈപ്പ് ഉണ്ടാവുകയും പാലക്കാടും തിരുവനന്തപുരത്തൊക്കെ ത്രികോണ മത്സരം ഉണ്ടാവുകയും ചെയ്ത് കുറേ കൂടി ശക്തി പ്രാപിച്ചു വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? BJP-ക്ക് വോട്ടിൻ്റെ ഒരു വർധന ഉണ്ടാകുന്നത് 2014 ശേഷമാണ്. മോദി വന്നതിന് ശേഷം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി BDJS രൂപീകരിച്ചതിന് ശേഷം 2016 തെരഞ്ഞെടുപ്പിലാണ് പിന്നീട് ഒരു ലീപ്പ് ഉണ്ടാകുന്നത് BJP-ക്ക്. അപ്പോൾ ഇപ്പോൾ പുറത്തു പോകുന്ന BJP പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പറ്റി എല്ലാവരും പറയും അദ്ദേഹം ഒരു പരാജയപ്പെട്ട BJP പ്രസിഡന്റ്. ഒരിക്കലും അല്ല. BJP-യിലെ ഏറ്റവും വിജയിയായ, ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ച ഒരു BJP പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നല്ല മികച്ച പ്രകടനം BJP കാഴ്ചവെച്ചിട്ടുണ്ട്. 2019-നേക്കാൾ കൂടുതൽ വോട്ടുകൾ 2024 BJP നേടിയിട്ടുണ്ട്. BJP വോട്ട് കുറഞ്ഞത് എവിടെയാണ്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 2% വോട്ട് കുറഞ്ഞത്. അത് തുടർഭരണം ഉണ്ടായത്, LDF തുടർഭരണം ഉണ്ടായപ്പോഴാണ്. അന്ന് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ BJP-യുടെ വോട്ട് ഇവിടെ ഗണ്യമായി കുറയ്ക്കും, അവരുടെ ഒരേ ഒരു അക്കൗണ്ട് പൂട്ടിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ RSSനെ സംബന്ധിച്ച് കേരളത്തിൽ പലതരത്തിലുള്ള പ്ലാനുകളുണ്ട്. പക്ഷേ RSSൻ്റെ ആ പ്ലാൻ പൂർണ്ണമായും ക്യാരി ചെയ്യുന്ന ആളുകളല്ല BJP-ക്കാർ. RSSൻ്റെ പ്ലാനുകളിലൊന്ന് കോൺഗ്രസ്സിനെ കേരളത്തിൽ നിന്ന് അപ്രൂട്ട് ചെയ്യുക. അതുവഴി സ്വാഭാവികമായി BJP-ക്ക് എന്ത് ചെയ്യാൻ കഴിയും? CPM-ൻ്റെ ഒരു പ്രതിപക്ഷമായി ഇവിടെ മാറാൻ കഴിയും. അത് RSS അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം BJP-യുടെ വോട്ട് വർധന പ്രധാനമായും കോൺഗ്രസ് വോട്ടുകൾ കാർന്നു നിന്നുകൊണ്ടാണ്. കോൺഗ്രസിൽ നിന്നാണ് BJP പ്രധാനമായും വോട്ടുകൾ കാർന്നു നിന്നത്. ആ വോട്ട് കാർന്നു നിന്ന് വളർന്നു വന്ന BJP ഇപ്പോൾ ഒരു പരിധിവരെ CPM-ൻ്റെ വോട്ടുകളും കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ആ വോട്ടുകൾ കാർന്നു നിന്നിരിക്കുന്നു. അതൊന്നും വളരെ പൊടുന്നതിന് സംഭവിക്കുന്ന മാറ്റമല്ല. 2007 മുതൽ RSS തുടങ്ങി വെച്ചൊരു പ്ലാൻ പ്രകാരമാണ് 2024 തെക്കൻ കേരളത്തിൽ CPM വോട്ട് ബാങ്കിലേക്ക് കൂടി, തെക്കൻ കേരളത്തിൽ മാത്രമല്ല മലബാറിലും CPM വോട്ട് ബാങ്കിലേക്ക് കൂടി കടന്നു കയറാൻ BJP-ക്ക് സാധിക്കുന്നത്. അപ്പോൾ RSSൻ്റെ പ്ലാൻ കേരളത്തിൽ കോൺഗ്രസ്സിനെ അപ്രൂട്ട് ചെയ്യുക, പകരം BJP എന്ത് ചെയ്യുക? CPM-നുള്ള ഒരു പ്രതിപക്ഷമായി കൊണ്ടുവരിക എന്നുള്ളതാണ് RSSൻ്റെ പ്ലാൻ. പക്ഷേ ആ പ്ലാൻ പൂർണ്ണമായും ക്യാരി ചെയ്യുന്നവരല്ല കേരളത്തിലെ BJP നേതാക്കൾ, പ്രത്യേകിച്ചും കെ സുരേന്ദ്രനെ പോലുള്ളവർ. അവർ പ്രധാനമായും ശത്രുവായിട്ട് കാണുന്ന ആരെയാണ്? CPM-നെ തന്നെയാണ്. കോൺഗ്രസ്സിനെതിരെ വിമർശനം ഉന്നയിക്കുക, കോൺഗ്രസ്സിനെതിരെ ഫൈറ്റ് ചെയ്യുക, ഇതിനപ്പുറം CPM-നെതിരെ ഫൈറ്റ് ചെയ്യുക. അതാണ് ഒട്ടുമിക്ക BJP നേതാക്കളുടെ ഒരു പ്ലാൻ. ഇപ്പോൾ RSSൻ്റെ ഈ പ്ലാനും BJP-യുടെ പ്ലാനും തമ്മിൽ പലപ്പോഴും ഉരസലുണ്ടാവാറുണ്ട്. പക്ഷേ RSSനാണ് കുറേ കൂടി ബൗദ്ധികമായ മേൽക്കൈ BJP-യിൽ എന്നുള്ളതുകൊണ്ട് RSSൻ്റെ പ്ലാനുകളാണ് കൂടുതലായും BJP-യിൽ നടപ്പാക്കുന്നത്. സുരേന്ദ്രൻ പോലും BJP അധ്യക്ഷനാവുന്നത് RSSൻ്റെ പ്ലാനാണ്. പ്രത്യേകിച്ചും ശബരിമല പ്രൊട്ടസ്റ്റിനെ തുടർന്നാണ് സുരേന്ദ്രൻ BJP അധ്യക്ഷനാവുന്ന ഓർക്കണം. അപ്പോൾ ശബരിമല പ്രൊട്ടസ്റ്റിനെ കുറിച്ച് RSSൻ്റെ പ്ലാൻ എന്തായിരുന്നു? ആദ്യം സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്നു, പിന്നീട് സുപ്രീം കോടതി വിധിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വന്ന് ആ ശബരിമല പ്രൊട്ടസ്റ്റ് നമ്മൾ എടുക്കാൻ ഒരു ക്രോണോളജി നോക്കുക. ശബരിമല പ്രൊട്ടസ്റ്റിൽ വരുന്നു, സുരേന്ദ്രൻ അധ്യക്ഷനാവുന്നു, BJP-യുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, തൊട്ടുടനെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏലിയൻ എന്ന് വിളിക്കാവുന്ന രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ഏലിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ BJP എക്കോസിസ്റ്റത്തിൽ അദ്ദേഹം ഇല്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കുറച്ച ഒരാളാണ്, ടെക്നോക്രാറ്റാണ്, സമ്പന്നനാണെന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ BJP നേതാക്കൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ അണികളുടെ ആക്ഷേപം അവർ കാശുണ്ടാക്കുന്നു, പാർട്ടി വെച്ച് കാശുണ്ടാക്കുന്നു, പാർട്ടി വളർത്താനൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് ആരുടെയും കാശ് ആവശ്യമില്ല, പാർട്ടിയുടെയും പൈസ ആവശ്യമില്ല അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ BJP അണികളുടെ റിസെൻമെൻറ്റ് അതിലൂടെ ഇല്ലാതാക്കാൻ കഴിയും. സമ്പന്നനായൊരു BJP പ്രസിഡന്റ് വരുന്നു, പിന്നെ അദ്ദേഹം അഴിമതി കാണിക്കും, പാർട്ടിയെ വിറ്റ് കാശുണ്ടാക്കും എന്നുള്ള ആക്ഷേപം പാർട്ടി അണികൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കില്ല. ഒന്നാമത്തെ കാര്യം. 2, അദ്ദേഹം ഗ്രൂപ്പിന് അതീതനാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിലേതുപോലെ ഉള്ള ഫാക്ഷണലിസമാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പുകളുള്ളൊരു പാർട്ടിയാണ് BJPക്ക് ഓരോ നേതാക്കളും ഒരു ഗ്രൂപ്പാണ്, ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അവിടെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗ്രൂപ്പിസം എന്ന ഒരു ശാപത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇതിനെ മറികടക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ്റെ അണിയറയിലുള്ള ഒരാൾ, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന RSSകാരനാണ്. പ്രതീഷ് വിശ്വനാഥാണ് കേരളത്തിൽ ആദ്യമായി ലവ് ജിഹാദ് എന്ന ആശയം RSSൽ കൊണ്ടുവരികയും RSS വഴി അതൊരു ക്യാമ്പയിനാക്കി മാറ്റുകയും ചെയ്തതിലെ ബുദ്ധി കേന്ദ്രം.
അദ്ദേഹം ഒരിക്കലും BJPയുടെ ഒരു റാങ്ക് ആൻഡ് ഫയൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരിക്കലും സംഘപരിവാറിൻ്റെ ഒരു മുഖ്യധാരയിൽ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം എപ്പോഴും പ്രവീൺ തൊഗാഡിയ, അമിത്ഷാ, നരേന്ദ്രമോദി എന്നിവരുമായിട്ടുള്ളൊരു ലൈസൺ വഴിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, സംഘപരിവാർ പരസ്യമായും രഹസ്യമായും പരസ്യമായി പറയാത്ത കാര്യങ്ങൾ പലതും അദ്ദേഹം പരസ്യമായിട്ട് ചെയ്യും. ഇപ്പോൾ ആയുധ പൂജ പോലുള്ള കാര്യങ്ങൾ, ഖർവാപ്സി കേന്ദ്രങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ വലിയ പങ്കുണ്ട്. അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഒരു കാലത്ത് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ എത്രയോ പരാതികൾ പോയിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംഘപരിവാറിൻ്റെ നേതൃത്വം നോക്കുകയാണെങ്കിൽ പ്രതീക്ഷ വെറും 0 ആണ്. അദ്ദേഹത്തെ ആരും അറിയുപോയില്ല, അദ്ദേഹത്തിന് ഒരു പിന്തുണയുമില്ല. പക്ഷേ അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ പോലും സർക്കാരിന് പലപ്പോഴും കഴിയാറില്ല. നോട്ട് ഇൻ കേരള എന്നൊരു മറുപടി കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് നൽകുന്ന ഓർമ്മയുണ്ടാവും. തമാശയ്ക്കാണെങ്കിലും പലരും ഇപ്പോഴത് കോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ടായിരിക്കും, അങ്ങനെ ഒരാളുമായി എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ സൗഹൃദം സ്ഥാപിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് കേരളത്തിലെ BJPയുടെ മുഖ്യധാര പ്രവർത്തകരെയോ നേതാക്കളെ നമ്പാതെ ഇങ്ങനെയൊരു ആളെ, ഇപ്പോൾ BJPക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഫ്രിഞ്ച് എലമെൻറ്റിൻ്റെ സഹായം തേടുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു RSS പദ്ധതിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന ഒരു RSS പദ്ധതിയാണ്. RSS പദ്ധതിയിൽ RSSൻ്റെ പ്ലാനാണോ നടപ്പാവുക? അതായത് കോൺഗ്രസ്സിനെ വേരോടെ പിഴുതെറിഞ്ഞ് അവിടെ BJPയെ പ്രതിപക്ഷമായി സ്ഥാപിക്കുക എന്ന പ്ലാനാണോ ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ? അത് വളരെ നിർണായകമാണ്. വരാൻ പോകുന്ന 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും BJPയെ സംബന്ധിച്ചും കേരളത്തിൽ കോൺഗ്രസിനും CPM-നെ സംബന്ധിച്ചും നിർണായകമാണ്. അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കി അവിടെ BJP കയറി വരികയാണ് ചെയ്യുക. അതല്ല ബംഗാളിലും മറ്റും സംഭവിച്ചതുപോലെ CPM-വുമായി ഫൈറ്റ് ചെയ്ത് CPM-നെ ഇല്ലാതാക്കി ആ വോട്ട് ബാങ്ക് കാർന്ന് നിന്നുകൊണ്ട് BJP ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുക. CPM-വുമായി നേരിട്ട് ഫൈറ്റ് ചെയ്ത് BJPക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാര്യമായ ഗെയിൻ ഉണ്ടാക്കാൻ കഴിയില്ല. അവർ CPM വോട്ട് ബാങ്ക് കാർന്നു നിന്നത് മറ്റ് ചില മാർഗ്ഗങ്ങളിലൂടെയാണ്, വിദ്വേഷ പ്രചാരണങ്ങളിലൂടെയും അതുപോലെ ന്യൂനപക്ഷ വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടും കേരളത്തിൽ പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലടിപ്പിച്ചും ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് CPM വോട്ട് ബാങ്ക് BJP കാർന്നു നിന്നത്. പകരം എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക, പകരം BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ CPM-ൻ്റെ മുഖ്യപ്രതിപക്ഷമായി പ്രതിഷ്ഠിക്കുക എന്നുള്ളൊരു മിഷനാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് ടെക്നോക്രാറ്റ് എന്നുള്ള ഇമേജോ അല്ല അദ്ദേഹത്തിന് സമ്പന്നൻ എന്നുള്ള ഇമേജോ വ്യവസായി എന്ന ഇമേജോ അത് ഉപയോഗിച്ച് കേരളത്തിൽ വികസനം പറഞ്ഞ് വോട്ട് നേടാം എന്നുള്ളത് ബുദ്ധിശൂന്യതയാണ്. കേരളത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ BJP കേരളത്തെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതുപോലെ വികസിപ്പിക്കാമെന്നാണ്? ഗുജറാത്ത് പോലെയോ UP പോലെയോ വികസിപ്പിക്കാമെന്നാണ് പറയുന്നത്. അത് മലയാളികൾ ഉപ്പ് തൊടാതെ വിഴുങ്ങില്ല. അപ്പോൾ വികസനമല്ല, അങ്ങനെ വികസനത്തിലൂടെ ഒരു പുതിയ വികസന പരിപ്രേക്ഷ്യത്തിലൂടെ കേരളത്തിലെ വോട്ടർമാരെ ആകർഷിക്കുക എന്നുള്ളതേ അല്ല ലക്ഷ്യം. ആ ലക്ഷ്യം ഇതാണ്, കോൺഗ്രസിനെ തീർത്ത് കളയുക, പരമാവധി തീർത്ത് കളയുക എന്നുള്ളതാണ്. അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയായിരിക്കും ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യാമെന്ന് നമുക്കറിയാം. കോൺഗ്രസിനെ തീർക്കുക, ആ സ്ഥാനത്ത് BJPയെ കൊണ്ടു നിർത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളതാണ് എനിക്ക് തോന്നുന്നത്.